ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് നമ്മുടെ വാട്ടർ അതോറിറ്റി എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പം ആദ്യമേ ഞാൻ പറയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ സൊല്യൂഷൻ അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞാണ് പോകുന്നത്. ബാക്കി നമ്മൾ ചെയ്യേണ്ട രീതികൾ, അതായത് നിങ്ങൾക്ക് ഇനിയിപ്പം എല്ലാ ബ്രാഞ്ചുകാർക്കും, അതായത് മെക്കാനിക്കൽ എടുത്താലും സിവിൽ എടുത്താലും കെമിക്കൽ ആയാലും ഇനി എക്സാംസ് വരാനുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം നമുക്ക് ഇനി വരുന്ന എക്സാംസിന്റെ ലെവൽ ഈ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ കാൽക്കുലേഷൻ സൈഡ് വന്നിരുന്ന ഒരു എക്സാം ആണ്. അതായത് നമുക്ക് മെക്കാനിക്സ് സോൾവ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയും കാലം സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചെടുത്ത്, സിമ്പിൾ ആണ് സംഭവം, ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ചെയ്ത ആ ആൻസറിൽ എത്താൻ കുറച്ച് ടൈം എത്തുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ നമുക്ക് ഇനിയുള്ള എക്സാംസിലും ആ ഒരു രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകണം. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇനി ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇനിയായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ നമ്മൾ ആൻസേഴ്സ് പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊന്ന് കമന്റ് ചെയ്യുക. ഹോസ് ദ എക്സാം. ഇത്ര സിമ്പിൾ എന്ന് പറയുന്ന ഒരു പേപ്പർ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേഷൻ സൈഡ് കുറച്ച് നല്ല പോലെ, ഇപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ്സസിലൊക്കെ പറയാറുണ്ട്, നമുക്ക് 2020 ശേഷം നല്ലപോലെ കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസ് എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. സോ അത് അങ്ങനെ ഒരു രീതിയിലെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റീൽ ബാർ 20 mm in diameter when subjected to an axial pull of 50 kN elongates by 0.2 mm over a gauge length of 20 centimeter. The diameter of the bar is reduced by 0.004 mm. Bulk modulus of the material of the bar is. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബൾക്ക് മോഡുലസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, ഡയമീറ്ററും ലെങ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൾക്ക് മോഡുലസ് ആൻസർ വരിക ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ആണ് 88384 മെഗാ പാസ്കൽ എന്നുള്ള ആൻസർ വരും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും ഡയറക്ട്ലി ബെൻഡിങ് സ്ട്രെസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോർ is supported by beams of rectangular cross section 7 cm wide, 20 cm deep and span 4.5 meters. Span തന്നിരിക്കുന്ന മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Floor carries a load of 10 kN per meter square ആണ്. The permissible bending stress in the beam is 8 megapascal. The maximum permissible spacing of the beam. ബീമുകളുടെ സ്പേസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ്ലി നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 15 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് സാധാരണ ടോർഷനിലൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല, പക്ഷെ ഇവിടെ നമുക്ക് ടോർഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഹോളോ സിലിണ്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ഹാസ് ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. സോ ഇന്നർ ഡയമീറ്റർ 90 ആകുമ്പോഴത്തേക്ക് നമുക്ക് തിക്നെസ് രണ്ട് സൈഡ് ആഡ് ചെയ്ത് ഔട്ടർ ഡയമീറ്റർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ടോർക്ക് 12 kN ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി നമുക്ക് 80 GPa ആണ്. ഷിയർ സ്ട്രെസ് അറ്റ് ദ ഇന്നർ കർവ്ഡ് സർഫേസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഷിയർ സ്ട്രെസ് നമുക്ക് നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ വെച്ചിട്ട് 17.26 MPa എന്ന് കിട്ടും. കുറച്ച് ലെങ്തി ആണ്, കാര്യം MM ആണ്, പിന്നെ ന്യൂട്ടൺ മീറ്റർ ആണ്. അതിനെ കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതിനെ ന്യൂട്ടൺ MM ആക്കി, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ MM ആക്കി ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് നമുക്ക് ആൻസർ ഇവിടെ മെഗാപാസ്കലാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് MM തന്നെയാണ് തന്നിരിക്കുന്നത്. ആകെ ടോർക്ക് മാത്രമാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. ആ ഒരു കൺവേർഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കോളത്തിൽ നിന്ന് ബേസിക്കലി ചോദിക്കാറുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്രിപ്ലിംഗ് ലോഡ് ഓഫ് കോളം എ is half that of column B if both the columns have the same height n conditions of A and B. നമുക്കറിയാം ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ പൈ സ്ക്വയർ EI/L എഫക്റ്റീവ് സ്ക്വയർ ആണ്. എഫക്റ്റീവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. അത് ഓർത്ത് വെക്കുക, എഫക്റ്റീവ് ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് വേണം ഇതിനകത്ത് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എൻ കണ്ടീഷൻസ് രണ്ടിന്റെയും ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ. കറക്റ്റ് 4 മാർക്കിന്റെ വെയിറ്റേജ് ആയിരുന്നു മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനും സ്ട്രക്ചറൽ അനാലിസിസിനോട് തന്നിരുന്നത്. പക്ഷെ 4 മാർക്ക് നമുക്ക് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി മോസിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടായിട്ട് ക്വസ്റ്റ്യൻ ഇടണ്ട എന്ന് വെച്ചിട്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ മാനോമീറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Manometer is used to measure the pressure of a gas-filled rectangular tank. It is assumed that the mass density of the fluid inside the tank is 0. Mass density 0 ആണ്. Manometric fluid എന്ന് പറയുന്ന വാട്ടർ ആണ്. അതിന്റെ സ്പെസിഫിക് വെയിറ്റ് തന്നിട്ടുണ്ട്. ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ വിത്തിൻ ദ ടാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് 110 kPa. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
Then for a two-dimensional flow having velocity potential function phi, stream function psi, where x and y are in meter, discharge between the streamlines passing through the points. നമുക്കറിയാം രണ്ട് നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ psi1 minus psi2 ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് കിട്ടും. 8 meter cube per second. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ഡ്രാഗിന്റെ ലിഫ്റ്റിൽ നിന്നുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എ സ്ട്രീംലൈൻ ബോഡി പ്രഷർ ഡ്രാഗ് ഇസ് വെരി സ്മോൾ, ഫോർ എ ബ്ലഫ് ബോഡി പ്രഷർ ഡ്രാഗ് ഇസ് വെരി ലാർജ്. ഇത് കറക്റ്റ് ആണ്. ദ ഡ്രാഗ് ഫോഴ്സ് ഓൺ എ സ്ലെൻഡർ സിലിണ്ടർ ബോഡീസ് ഡിക്രീസസ് ആസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസസ് അപ് ടു റെയ്നോൾഡ്സ് നമ്പർ ഈക്വൽ ടു 2000. ലിഫ്റ്റ് ഫോഴ്സ് ഒക്കേഴ്സ് ഓൺ എ ബോഡി where there is a symmetry of fluid motion. അത് തെറ്റാണ്. സിമെട്രി ഉണ്ടെങ്കിൽ ഉണ്ടാവത്തില്ല. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞത്. ദ വാട്ടർ പ്ലെയിൻ ഏരിയ ഓഫ് എ ഹെവിലി ബോട്ടം ലോഡഡ് കാർഗോ ഷിപ്പ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫ്ലോട്ടിംഗ് ഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ഷിപ്പ് ഇസ് റൊട്ടേഷണൽ സ്റ്റെബിലിറ്റി അബൌട്ട് y ആക്സിസ് ഇസ് ദ ഡിസൈൻ ക്രൈറ്റീരിയ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത സർവേയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കോണ്ടോർ വാല്യൂസ് 100, 110, 150, 120, 130 moving inwards, and all the contours are seem to be touching each other only at one common point. The interference is at the terrain is represented as. സാധാരണ നമുക്ക് ഇങ്ങനെ ഹയർ വാല്യൂസ് ഇൻസൈഡ് ലോവർ വാല്യൂസ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ് ചോദിച്ചത് വാല്യൂ തന്ന് ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. വെർട്ടിക്കൽ ഹിൽ സൈഡ് ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഇനി ഇത് നമ്മൾ എസ്റ്റിമേഷനിൽ സ്ഥിരം SSCJയിലെല്ലാം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. മാസ് ഡയഗ്രാം ഇസ് യൂസ്ഡ്. നമുക്ക് അതായത് നമ്മുടെ എർത്ത് വർക്കിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എർത്ത് വർക്ക് വരുമ്പോൾ അവിടെ കട്ടിങ്ങും ഫില്ലിങ്ങും ഒക്കെ വരും. അപ്പോൾ ഓപ്ഷൻ എയും ബിയും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി അടുത്തത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് വേർണിയേഴ്സ് ഹാവ് എ ലീസ്റ്റ് കൗണ്ടർ. ഓവർസിയർ ലെവലിലെ ഒരു ക്വസ്റ്റൻ ആണ്. 20 seconds ആണ്. ദെൻ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. നമുക്ക് എസ്റ്റിമേഷനിൽ തന്നെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഉണ്ട്. അത് ശരിക്കും നമ്മുടെ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ ബാറിന്റെ കാര്യവും ബാറിൽ നമ്മൾ ക്രാങ്കിങ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടു എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ബാർസ് നീഡഡ് പറയാൻ പറ്റും. ടു പ്രൊവൈഡ് എ ഡ്രോയിങ് ഓഫ് ബെൻഡ് ബാർസ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്രാങ്കിങ് ബെൻഡ് ബാർസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ടു യൂസ് റീഇൻഫോഴ്സ്മെന്റ് എക്കണോമിക്കലി. അതുപോലെ തന്നെ ഈ 3 റീസൺസിനും നമുക്ക് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ അടുത്തത് വളരെ ബേസിക് ലെവൽ ഓവർസിയർ ലെവലിലെ ക്വസ്റ്റ്യൻ. എത്ര ജിപ്സം നമ്മൾ നമ്മുടെ പോർട്ട്ലാൻഡ് സിമെന്റിന്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും മാനുഫാക്ചറിന്റെ സമയത്ത്? 3 to 5% ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ഇൻഗ്രീഡിയന്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്? സിലിക്ക ഫ്യൂം ആണ് ആൻസർ വരിക. അടുത്ത നമ്മുടെ ആർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കർവ്ഡ് ട്രയാങ്കുലർ സ്പേസ് ഫോം ബിറ്റ്വീൻ ദ എക്സ്ട്രാഡോസ് ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദ ക്രൗണിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈനും എക്സ്ട്രാഡോസ് അതായത് നമ്മുടെ ആർച്ചിന്റെ പുറം ഭാഗവും കൂടി ഫോം ചെയ്യുന്ന കർവ്ഡ് ട്രയാങ്കുലർ പോർഷൻ നമ്മൾ സ്പാൻഡ്രൽ എന്ന് വിളിക്കും. ഇനി RCC എന്നുള്ള ക്വസ്റ്റൻ ആണ്. RCC വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള എല്ലാ 3 ക്വസ്റ്റനും എളുപ്പമാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് പെർ IS സ്പെസിഫിക്കേഷൻ IS 456/2000 ദ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഫോർ ടോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് റെക്ടാങ്കുലർ ക്ലോസസ് place perpendicular to the axis of the member. നമുക്ക് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന പെർപെൻഡിക്കുലർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ഡെവലപ്മെന്റ് ലെങ്ത് LD കണ്ടുപിടിക്കാനുള്ളതാണ്. FE 415 ആണ് നമ്മുടെ സ്റ്റീല്. ഡയമീറ്റർ 12 mm ആണ്. ബോണ്ട് സ്ട്രെസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ ബോണ്ട് സ്ട്രെസ് തരാതെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഒരു ബോണ്ട് സ്ട്രെസ് തന്ന് ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്. LD is equal to എന്താണ് നമ്മുടെ 0.87 FY 5 divided by 4 tau BD എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി 564 mm ഓപ്ഷൻ സി കിട്ടും. ഇനി അടുത്തതും പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ നമുക്കറിയാം ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഹൈ റെസിസ്റ്റൻസ് ഷ്രിങ്കേജ് ക്രാക്കിംഗ് പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ക്രോസ് സെക്ഷൻ കുറഞ്ഞിരിക്കണം. ബെയറിംഗ് സ്ട്രെങ്ത്തും ഹൈ ആയിരിക്കണം. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. അതും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി സ്റ്റീലിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ സ്റ്റീലിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഡബിൾ ആംഗിൾ ഡിസ്കണ്ടിന്യൂസ് സ്ട്രട്ട് കൺസിസ്റ്റ് ഓഫ് 2 ഐഡന്റിക്കൽ ആംഗിൾസ് പ്ലേസ്ഡ് ബാക്ക് ടു ബാക്ക് വിച്ച് ആർ ടാക്ക് ബോൾട്ടഡ് ആണ്. അതായത് നമ്മൾ ടാക്ക് ബോൾട്ടും ടാക്ക് റിവറ്റും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്തു പോലും നോക്കണ്ട. കമ്പയർ ഇൻ ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 2 cases, that is angles placed on the opposite side of the gusset plate. Opposite side of the gusset plate നെ 2 ഭാഗവും വെച്ച് കൊടുത്തു. ആംഗിൾ പ്ലേസ്ഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഗസറ്റ് പ്ലേറ്റ്. സെയിം സൈഡിൽ വെച്ച് കൊടുത്താലും നമ്മളവിടെ ടാക്കിംഗ് ബോൾട്ട് കൊടുക്കുന്നത് കൊണ്ട് 2 കേസിലും എന്തായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ജിയോ ടെക്നിക്കൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. സോയിൽ സ്ട്രാറ്റം 10 meter thickness with pervious stratum on top and bottom.
പെർവിയസ് സ്ട്രാറ്റം ആണ് ടോപ്പിലും ബോട്ടത്തിലും. സോ ഡബിൾ ഡ്രെയിനേജ് സാധിക്കും. ഡിറ്റർമിൻ ദ ടൈം റിക്വയർഡ് ഫോർ 50% കൺസോൾട്ടേഷൻ. ടൈം ഫാക്ടർ 50%ന് 0.197 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പഠിച്ചു വെക്കണം എന്നുള്ളത് പറയാറുണ്ട് ക്ലാസ്സിൽ. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ, വോയിഡ് റേഷ്യോ 2. ഗേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ നമ്പർ പോലും വ്യത്യാസമില്ല ചോദിച്ചിരിക്കുകയാണ്. ആൻസർ ഓപ്ഷൻ സി 570 days ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ചു നേരം ആലോചിച്ചിരിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 3 legged ടവർ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ പ്ലാൻ ആണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സൈഡ് 4 meter ആണ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ടവർ 450 kN ആണ്. ഈ 450 kN 3 ലെഗിലും ഈക്വൽ ആയിട്ട് ക്യാരി ചെയ്ത് പോകണം, 3 ലെഗിലും ഈക്വൽ ആയിട്ട്. അപ്പൊ വെർട്ടിക്കൽ സ്ട്രെസ് നമുക്ക് ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു 4 meter ഡെപ്തിലുള്ള ഒരു ലെഗിന്റെ 4 meter ഡെപ്തിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 6 kN/m². കിട്ടും. ഇതൊക്കെ എക്സ്പ്ലനേഷൻ തരാം. ഇനി അടുത്തതും ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ നമുക്ക് 18.8 തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. വാട്ടർ കണ്ടന്റ് കാൽക്കുലേറ്റ് ദ വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ കണ്ടന്റ് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ യൂണിറ്റ് വെയിറ്റും അറിയാം അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്രോപ്രിയേറ്റ് റിലേഷൻ എടുത്താൽ 0.56 ഓപ്ഷൻ ഡി എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് നമുക്ക് ഹൊറിസോണ്ടൽ, ഇതും ഇതേപോലത്തെ ക്വസ്റ്റനും ESCക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലത്തെ സെയിം ക്വസ്റ്റൻ ആണ് ഇട്ടിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ആവറേജ് പെർമിയബിലിറ്റി ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ടു ദാറ്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, KH/KV for a soil deposit consisting of 3 horizontal layers if the thickness and permeability of the second layer are twice as that of the first and those of the third layer is twice as that of the second. അതായത് നമുക്ക് കെയുടെ വാല്യൂസ് കമ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. 3 ലെയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റിയുടെയും വെർട്ടിക്കൽ പെർമിയബിലിറ്റിയുടെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കണ്ടുപിടിച്ചിട്ട് റേഷ്യോ എടുത്താൽ ഓപ്ഷൻ എ 9/7 എന്ന് കിട്ടും. ഇനി നമുക്ക് സോണിംഗ് ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം. നമുക്ക് ആകെ റോഡ് മാത്രം ചോദിച്ചുള്ള സ്ഥലത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് ഹാർബർ എന്നാണ്. അപ്പൊ അതൊരു ഇതാണ്. height of building which is strictly restricted in zoning. എപ്പോഴാണ് നമുക്ക് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഹൈറ്റ് ആണ്. അപ്പം അത് എസ്തെറ്റിക്സ് ഒന്നുമല്ല, അതുപോലെ തന്നെ റിവറിന്റെ അടുത്തൊന്നുമല്ല. നമുക്കറിയാം എയർപോർട്ട് വരുമ്പോഴാണ് ആ എയർപോർട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് വരുന്നത്. ശരിക്കും ഇത് എയർപോർട്ട് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അർബൻ പ്ലാനിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് നമുക്ക് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പം ആ പൈലറ്റിന്റെ വിസിബിലിറ്റി ഹിൻഡ്രൻസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബിൽഡിംഗ് ഒക്കെ ഹൈറ്റ് റെസ്ട്രിക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. Then the facility in a port to allow for ships to be taken on repair. റിപ്പയറിന് കൊണ്ടുപോകുന്നത് ഡോക്ക് ആണ്. ഓപ്ഷൻ സി ആണ്. അത് വേറെ ബ്രാഞ്ചുകാർ ചിലപ്പോൾ എഴുതാൻ സാധ്യത കുറവാണ്. ദെൻ അടുത്തത് നമ്മുടെ മെക്കാനിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. എല്ലാം സിമ്പിൾ ആയിരുന്നു. നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. ദ റിസൾട്ടന്റ് ഓഫ് 2 equal forces P is equal to P. The angle between them in degree. ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു ഈക്വൽ ഫോഴ്സസ് വരുമ്പോൾ ആ ഒരു ഫോർമുല പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2P cos θ/2. ഓപ്ഷൻ ഡി 120 ആണ്. മൊമെന്റ് ഓഫ് എ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അടുത്തത് 3 forces A, B and C of magnitude 4 Newton, 6 Newton and 10 Newton acting on a particle are in equilibrium. It can be concluded that 3 forces ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുകയാണ്, അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിയും സിയും, അതായത് 4, 6, 10 ആണ്. മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റൂല്ലേ. ബി ആൻഡ് സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? നെറ്റ് 6ഉം 10ഉം ഓപ്പോസിറ്റ് വരുമ്പോൾ 4 വരും. പിന്നെ ഒരു 4 കൂടെ വന്നത് ക്യാൻസൽ ആയി പോകും. ആ ഒരു സിമ്പിൾ കൺസെപ്റ്റ് വെച്ച് മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ടായിട്ട് എക്സാമ്പിൾ പോലും നമ്മൾ ആലോചിക്കേണ്ട. ചിലപ്പോൾ നമുക്ക് 3 ഫോഴ്സസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാൻ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ട്ലി തന്നിട്ടുണ്ടായിട്ട് ആ കൺഫ്യൂഷനും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എലിമെന്റ്സ് ഹാസ് എ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ? ഓപ്ഷൻ ബി പൊളോണിയം ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ഡിക്രീസ് ഇൻ ദ പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻക്രീസ്? നമ്മുടെ സ്റ്റീലിന്റെ ലൈവില് ഫസ്റ്റ് പേജോ സെക്കൻഡ് പേജിലോ നമ്മൾ പറഞ്ഞാണ് പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യും. കുറയുന്ന ഒരാളേ ഉള്ളൂ. ആരാണ്? അത് ഡക്റ്റിലിറ്റി ആണ്. ഓപ്ഷൻ ബി. Then elongation of shaft A is 4 times the elongation of shaft B when subjected to equal tensile force if modulus of elasticity of both the shaft are same. ഈ സെയിം ആണ്. എലോങ്ങേഷൻ മാത്രം 4 times ആണ്. നമ്മുടെ എയുടെ എന്ന് പറയുന്നത് ബിയുടെ കമ്പയർ ചെയ്യുമ്പോൾ 4 times ആണ്. അങ്ങനെയാണ് രണ്ടിലെ എലോങ്ങേഷൻ നമുക്ക് Δ1, Δ2 എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് എ ഇസ് ഹാഫ് ദാറ്റ് ഓഫ് ബി. ഓപ്ഷൻ എ എന്നുള്ളത് കിട്ടും.
Then bulk modulus of metal A is twice that of metal B, and modulus of rigidity of A is 3 times that of metal B. അങ്ങനെയാണ് which of the following is correct. നമ്മുടെ എന്താ പറയുക ഇലാസ്റ്റിക് കോൺസ്റ്റന്റുകളുടെ റിലേഷൻഷിപ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ആൻസർ ഇട്ട ഓപ്ഷൻ സി, ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് എ 6 ടൈംസ് ദാറ്റ് ഓഫ് ബി എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഗിയർ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രഷർ ആംഗിൾ ഓഫ് എ സൈക്ലോയിഡ് ഗിയർ ടൂത്ത് പ്രൊഫൈൽ? Pressure angle is constant throughout the profile. Pressure angle is 0 at the pitch point. Pressure angle is maximum at the beginning and end of contact. Pressure angle varies from point to point. നമുക്ക് 2, 3, 4 correct ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is true about the contact ratio? Contact ratio സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. It measures the average number of teeth in contact during meshing. Contact ratio is always maintained at 1. A lower contact ratio necessitates a high degree of accuracy in machining. The angle of action must be greater than pitch angle. ഫസ്റ്റും തേർഡും ഫോർത്തും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Which of the following is or are true about velocity ratio of worm gear drives? Velocity ratio is the ratio of diameter of worm wheel to the diameter of the worm. Velocity ratio is the ratio of the number of teeth on the wheel to the number of teeth on the worm. അത് തെറ്റാണ്. Then velocity ratio എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് number of teeth on the worm wheel to the number of starts on the worm ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വെലോസിറ്റി റേഷ്യോ ഇസ് റേഷ്യോ സ്പീഡും പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഓപ്ഷൻ 3 and 4 കറക്റ്റ് ആണ്. ഇനി അടുത്തത്, the energy dissipated in viscous damping is proportional to square of amplitude ആണ്. Okay, then A square ആണ്. Which of the following statement is or are true with respect to Coulomb damping? Coulomb damping സംബന്ധിച്ച് damping force is constant ആണ്. അതുപോലെ തന്നെ damping force is independent of relative velocity. Damped natural frequency of vibration is same as undamped frequency. Loss of amplitude plus cycle is 4 times the ratio of frictional force to stiffness. 1, 2, 3 and 4 എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് L, moment of inertia I and modulus of elasticity E carries a mass M at its free end. What is the natural frequency? ആണ് root of 3 EI by ML cube. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഉള്ളത്. The relation between shear stress and velocity gradient of a fluid given by, നമുക്കറിയാം Z is equal to A into du by dy the whole raised to n. Aയും Nഉം കോൺസ്റ്റന്റ് ആണ്. N less than 1 വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ സി pseudoplastic ആണ് കറക്റ്റ് ആൻസർ. The speed of water in a hose increased from 2 to 25 meters per second going from hose to the nozzle. Given the absolute pressure in the nozzle is 1 into 10 raised to 5 Newton per meter square. Assuming level frictionless flow, calculate the pressure in the hose. 4.1 into 10 raised to 5 വരും. ഓപ്ഷൻ എ. Pelton wheel is used in those places where എവിടെയാണ് Pelton wheel ഉപയോഗിക്കുന്നത്? high head low discharge ആണ്. ഓപ്ഷൻ എ. Thermal conductivity of a solid depends upon the solid temperature as K is equal to AT plus B. Aയും Bയും constant ആണ്. Temperature of the planar layer of the solid as it conducts heat is given by. Option C ആണ്. The thermal resistance of heat conduction through a hollow sphere of inner radius R1 and outer radius R2 given by equation option B ആണ്. R2 minus R1 divided by 4 pi K R1 R2. At the question, it is proposed to coat a 1 mm diameter with the enamel paint. K is equal to 0.1 to increase the heat transfer with air. The air side heat transfer coefficient is 100. The optimum thickness of the enamel paint എന്ന് പറയുന്ന ഓപ്ഷൻ സി 0.5 mm ആണ്. അടുത്തത് ലൈൻ ഓർഗനൈസേഷന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതോറിറ്റി ഫ്ലോസ് ഡയറക്ട്ലി ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ദ ലോവർ ലെവൽ. ലൈൻ ഓർഗനൈസേഷൻ തന്നെ അതോറിറ്റി താഴേക്കാണ്. കറക്റ്റ് ആണ്. Then scalar principles are the principles of unity of command that are followed. അതും കറക്റ്റ് ആണ്. Then line managers may depend too much on the staff experts. അത് ശരിയല്ല. അപ്പം ഓപ്ഷൻ 1 and 2 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ബഡ്ജറ്റിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, helps to provide guidelines about organizational resource and expectation for the use. നമുക്ക് റിസോഴ്സസിനെ കുറിച്ചിട്ട് ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാനേജേഴ്സിന്റെ വർക്ക് യൂണിറ്റ്സ് ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. ഓപ്ഷൻ ഡി ആണ് all of these. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a principle of organization? യൂണിറ്റി ഓഫ് കമാൻഡ് അതുണ്ട്. കാര്യം എല്ലാവരും ഒരേ കമാൻഡ് യൂണിറ്റിയോട് പറയണം. ഒരു ബോസ് പറയുന്നത് വേറൊരാൾക്ക് വ്യത്യാസം വരാൻ പാടില്ല. സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വീതിച്ചു കൊടുക്കുക, അതെല്ലാം പറയാൻ പറ്റും. ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് റിഡൻഡൻസി പറയാൻ പറ്റത്തില്ല. Then which of the following is or are correct about the disadvantages of welding? Welding results in residual stress and distortion of work pieces. Portable welding equipment is not available.
Its preparation of the workpiece is generally required before welding them. 1 and 3 are correct answer, option C. Then next question, which of the following is a property of molding sand which permits the escape of steam and other gases generated in the mold during the hot metal pouring? Permeability ആണ് answer. Then which of the following is true for a gating system in casting? ഏതാണ്? Gating system may be composed of runner, riser, sprue, etc. Correct ആണ്. Then gating system should fill the mold cavity completely before freezing. Option 1 and 3 ആണ് C. The energy required per unit mass to grind limestone particle of very large size of 10 micrometer is 1.12.7. An estimate using Bond's law of the energy to grind the particles from a very large size of 50 is option C ആണ് 18 kilowatt hour per ton. What is the critical rotational speed in RPS for a ball mill of 1.2 meter diameter charged with 70 mm diameter balls? 0.66. Option D ആണ്. For a spear falling in constant drag coefficient regime, the terminal velocity depends upon diameter as root D ആണ്. D raised to 0.5. Then a 30% by volume suspension of solid particles in a viscous soil has an inert settling velocity of 4.4. If the Richardson-Saki hindered settling index is 4.5, then the terminal settling velocity of the sand grain is option C. Separation factor for a cyclone separator having 0.5 meter diameter and tangential velocity of 20 meter per second is option C. 150 ആണ് correct answer. Then a flue gas contains carbon dioxide, oxygen and nitrogen. The mixture contains 14% carbon dioxide, 6% oxygen by mole. If flue gas is at 200 degrees Celsius and 765 millimeter mercury pressure, partial pressure of N2 in the mixture. 612 millimeter mercury on option D. In അടുത്തത് wet leather with a moisture content of 60% enters the dryer and leaves with 10% moisture content. The product flow rate is 500 fed to the dryer and water removed are respectively. Option A വരും. ഇനി Amagat's law correct statement ആണ് option A ആണ്. Dew point method can be used to measure absolute humidity, partial pressure of vapor, dew point എല്ലാം പറയാൻ പറ്റും. Gas expansion thermometers are based on the principle of ideal gas law. Option A ആണ്. Which of the following is used for the lever measurement in open vessels? Option B air trap system ആണ്. Controller suitable for a process where no offset is tolerable is option C proportional integral controller ആണ്. Then transfer function PD control is option A ആണ് answer. Error detector is absent in open loop system. Option B. If temperature of the atmosphere increases at constant, എനിക്ക് തോന്നുന്നു chemical കുറച്ചുകൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. The temperature of the atmosphere increases at constant absolute humidity, the percentage saturation would decrease ആണ്. For a two-phase feed where 80% of the feed is vaporized under column condition, the feed line slope is MC. In the McCabe-Thiele method for distillation column is -1/4. Option A. At 750 Kelvin and 1 atmosphere, the approximate value of Schmidt number for air is option C 0.1. The absorption factor is defined as option A ആണ്. Simultaneous heat and mass transfer are occurring in a fluid over a flat plate. The flow is laminar. The concentration boundary layer will coincide with the thermal boundary layer when SC is equal to PR. Option D. In the distillation column sizing calculations by shortcut methods, match the following ആണ്. Answer option C വരും. Stereospecific polymers are produced by option C coordination polymerization ആണ്. Styrene, which is a monomer for the production of polystyrene, is commercially produced by catalytic dehydrogenation of ethyl benzene. Option D. What is the role of potassium persulfate in polymerization reaction? Initiator ആയിട്ടാണ് ആക്ട് ചെയ്യുക. Bulk polymerization is not suitable for highly exothermic reaction. Nylon 66 is so named because the number of carbon atoms between two nitrogens are 6. അതുകൊണ്ടാട്ടോ. Option B. Then free residual chlorine is seen in treated water on option C. Then reciprocating pump is used for നമുക്ക് നമ്മുടെ പമ്പിൽ നിന്നും ചോദിച്ചു, അതുപോലെ തന്നെ ടർബൈനും ചോദിച്ചിട്ടുണ്ട്. Low discharge and high head ആണ്. Which of the following is not tested during physical analysis of water? Physical properties നകത്ത് pH വരത്തില്ല, അത് chemical ആണ്. Option D. Then chemical formula for bleaching powder CaOCl2 ആണ്. Which of the following is the most destructive form of residual chlorine? ഏതാണ്? Hypochlorous acid ആണ് കേട്ടോ. Which of the following statement is true? Objective of water audit is എന്തിനാണ് വാട്ടർ ഓഡിറ്റ് ചെയ്യുന്നത്? വാട്ടർ കൺസർവേഷൻ, ലോസസ് വരാതിരിക്കാൻ വേണ്ടി ക്വാണ്ടിഫൈ ദ ഫ്ലോ. ഓപ്ഷൻ ഡി ആണ്. സർഫസ് ലോഡിംഗ് Q/BL ആണ്, നമുക്കറിയാം എന്താണ്? ഡിസ്ചാർജ് ബൈ സർഫസ് ഏരിയ ആണ് കേട്ടോ. Flow through period for a sedimentation tank when compared to its detention time is always less ആണ്.
Then the method which is most widely used for analyzing and designing pipes for complex water hard cross method ആണ് ഓപ്ഷൻ എ. ഓൾ ഓഫ് ദിയിലേക്ക് പോവല്ല, ഓപ്ഷൻ എ ആണ്. അയൺ ആൻഡ് മാംഗനീസ് ഇത് നമ്മുടെ എ എക്സാമിന് രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ 2020 എ എക്സാമിനും ചോദിച്ചായിരുന്നു. അയൺ ആൻഡ് മാംഗനീസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ എയറേഷൻ ഫോളോഡ് ബൈ കൊയാഗുലേഷൻ. ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ ഇസ് ഓപ്ഷൻ സി എ ബി. എയും എ മൈനസ് ബി ആണ്. അപ്ലൈഡ് ക്ലോറിൻ മൈനസ് റെസിജ്വൽ ക്ലോറിൻ ആണ് ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൊയാഗുലന്റ്? ആലം, ഫെറിക് ക്ലോറൈഡ്, ഫെറിക് സൾഫേറ്റ് ഒക്കെ ഉണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊയാഗുലന്റ് അല്ല. ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ലാസ്റ്റ് കമ്പൈനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫിഷ്യൻസി ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക് ഡസ് നോട്ട് ഡിപ്പെൻഡ്. Q/BL ആണ്. അപ്പൊ നമുക്ക് ഡെപ്തിന് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. The suitable layout for a water supply distribution system for an irregularly grown town is ഏതാണ്? ഡെഡ് എൻഡ് സിസ്റ്റം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കമ്പൈൻ ലൈവിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഇൻ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് കമ്പയർഡ് ടു ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, ദ അർത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഗിവ്സ് ലെസ്സർ വാല്യൂ ആണ്. ഈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സീവർ പൈപ്സ് നമുക്ക് അപ്പ് ഹിൽസും ഡൗൺ ഹിൽസും, അതായത് വാലിയിലും ഹില്ലിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓപ്ഷൻ ഡി. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സീവേജ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. ഓപ്ഷൻ സി ആണ്. സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഫൗണ്ട് ടു ബി 2 mg/L ആഫ്റ്റർ ഇൻക്യുബേറ്റിംഗ് 3 ml ഓഫ് സീവേജ് ഡൈല്യൂട്ടഡ് ടു 300 ml അറ്റ് 20 degrees Celsius ഫോർ 5 days. ദ BOD 5. നമുക്ക് ആ ഒരു ഡിപ്ലീഷൻ ഓക്സിജൻ ഇൻടു ഡൈല്യൂഷൻ ഫാക്ടർ ചെയ്താൽ കിട്ടും. സോ 200. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. While testing for COD, organic matter is oxidized by potassium dichromate in the presence of sulfuric acid. Option B ആണ്. High COD to BOD ratio of an inorganic pollutant represents low biodegradability of the pollutant. ഇതെല്ലാം ശരിയാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ നമുക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൽ വന്ന് അത് ഇത്ര ശരിയാക്കുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സ്കോർ കൂടുതൽ കിട്ടും. Then primary treatment of sewage is meant for. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്? നമുക്ക് ലാർജർ സസ്പെൻഡഡ് പാർട്ടിക്കിൾ ആണ്. ഓപ്ഷൻ സി. ദ ഫോളോയിങ് റെസിജ്വൽ ഫ്ലോറിൻ കോമ്പൗണ്ട്സ് ഫോം ഡ്യൂറിംഗ് ക്ലോറിനേഷൻ. സീക്വൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് 2 ആണ് ഫോം ചെയ്യുന്നത്. Then 1, after that 3, 4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇംഹോഫ് കോൺ എന്തിനു വേണ്ടിയിട്ടാണ്? സെറ്റിലബിൾ സോളിഡ്സിന് വേണ്ടിയിട്ടാണ്. Then ഇതൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു ക്വസ്റ്റനും പുതിയ ക്വസ്റ്റൻ ഇതിനകത്തില്ല. The standard 5-day BOD at 20 degrees Celsius when compared to ultimate BOD 68%. The graph between the amount of ACE ഒക്കെ ഹൈദരാബാദിന്റെ മെറ്റീരിയൽസിലും നമ്മൾ സാധാരണ ഒരു ബേസിക് ലെവലിൽ എൻവയോൺമെന്റിൽ ഇടുന്ന ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. The graph between the amount of organic matter left in sewage and time elapsed is എന്താണ്? ഷേപ്പ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരു എക്സ്പോണൻഷ്യൽ കർവ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ കീ വെച്ച് ഓൾമോസ്റ്റ് എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിന്റെ പോൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഏകദേശം നമുക്ക് എത്ര മാർക്സ് കട്ട് ഓഫ് വരും എന്ന് പറയാൻ പറ്റും. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആൻസർ കീ കണ്ടിട്ട് നെഗറ്റീവ്സ് കുറവാണോ? എന്താണ്? നെഗറ്റീവ് വരുത്താതെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ ഉടൻ തന്നെ നടത്തുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇയർ എൻഡ് ആയിട്ട് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അതായത് ഇതുവരെ നിങ്ങൾക്ക് കോഴ്സ് ഒന്നും പർച്ചേസ് ചെയ്യാതെ പുതിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ കോഴ്സസ് എല്ലാം തന്നെ വളരെ ഇതുവരെ നമുക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും കുറവ് കോസ്റ്റിലാണ് ഇപ്പം നമ്മൾ സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനാണെങ്കിലും കൊടുക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമുക്ക് PWD ഇപ്പം നമ്മുടെ ഒരു AE ലെവലിൽ പഠിച്ചവർക്ക് ഇനി PWD ഇറിഗേഷൻ പോലെ AE എക്സാംസ് വരാനുണ്ട്. സബ് എഞ്ചിനീയർ സിവിൽ വരാനുണ്ട്. PWD അതുപോലെ തന്നെ ഇറിഗേഷൻ നമുക്ക് 3rd grade ഓവർസിയർ എക്സാം നടക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡിജിറ്റൽ ബോർഡിൽ ക്ലാസ്സസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക ഇനി. അപ്പം പുതിയ ക്ലാസ്സസുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോവസ്റ്റ്, അതായത് ഈ വർഷം ഇതുവരെ ഇത്രയും ചെറിയ കോഴ്സിൽ നമ്മൾ കൊടുത്തിട്ടില്ല, ഇത്രയും ചെറിയ പ്രൈസിൽ കൊടുത്തിട്ടില്ല കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതിയാവും. ഓക്കെ. അതുപോലെ മെക്കാനിക്കൽ AMVA കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സിവിലും മെക്കാനിക്കലും ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ അതിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു എന്താ പറയാ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടും. സോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇന്നത്തെ എക്സാമിനെ കുറിച്ച് നമ്മൾ ഇത് എന്തായാലും ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തും. കാര്യം നമുക്ക് ഇനി എക്സാംസ് വരാനുണ്ട്. എൻവയോൺമെന്റൽ പാർട്ട് വളരെ സിമ്പിൾ ആയിരുന്നു. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് വളരെ ഡയറക്റ്റ് ആണ്. കെമിക്കലും വളരെ എളുപ്പമായിരുന്നു. കുറച്ച് ഭാഗം നമുക്ക് ബുദ്ധിമുട്ട് വന്നത് മോസ്റ്റ് ഭാഗം എനിക്കൊന്ന് മെക്കാനിക്സ് സോൾസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ നമ്മളൊന്ന് കുറേ ചെയ്യാനുണ്ടായിട്ട് പേടിച്ചിട്ടുണ്ടാവും. ആ പോർഷനാണ്
കുറച്ചൊരു പാട് എന്ന് പറയാൻ പറ്റും. പിന്നെ ജിയോ ടെക്നിക്കൽ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ എഫും കുറച്ച് ടഫായി പോയി. അതൊഴിച്ച ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു നോർമൽ ലെവലിൽ എന്തായാലും ശരിയാക്കി അധികം നെഗറ്റീവ് വരാത്തവർക്ക് കുറച്ച് മാർക്സ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഒക്കെ കോഴ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കെമിക്കലിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കോഴ്സും നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. ഡീറ്റെയിൽ സൊല്യൂഷൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് വേറൊരു വീഡിയോസ് ആയിട്ട് കാണാം. ഒന്നെങ്കിൽ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അപ്പ് ചെയ്ത് തരാം. ഓക്കെ, വീഡിയോസ് റെക്കോർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത് തരുന്നതായിരിക്കും. കെമിക്കലിനും സിവിലിന്റെയും മെക്കാനിക്കലിനെയും സെപ്പറേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. കട്ട് ഓഫ് എത്ര വരും? കട്ട് ഓഫ് നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ മാത്രം കിട്ടുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പലരും പല രീതിയിലായിരിക്കും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ചിലർ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മാർക്സ് റേഞ്ച് അറിയാമെങ്കിൽ ഒരു 40 to 50 എത്ര നമ്പർ ഓഫ് ആൾക്കാരുണ്ട്, 50 to 60 അങ്ങനെ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ റഫ്ലി നമുക്ക് പറയാൻ പറ്റത്തില്ല. എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എല്ലാവരുടെയും മാർക്ക് റേഞ്ച് ഒന്ന് അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതുകൊണ്ട് നിങ്ങൾ പോള് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. എത്ര മാർക്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പോളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പറയാൻ പറ്റും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും ടഫ് ആണെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോഴത്തേക്ക് കുറച്ച് ആ ഒരു ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. പൊതുവെ എളുപ്പമുള്ള പേപ്പർ അല്ലായിരുന്നു. സോ കട്ട് ഓഫ് ഒത്തിരി അങ്ങ് കൂടത്തില്ല. ഓക്കെ, സോ എക്സാം ടഫ് ആയിരുന്നു. ഒത്തിരി അങ്ങ് കൂടത്തില്ല, അത് ഞാൻ പറഞ്ഞു. ഒത്തിരി അങ്ങ് കട്ട് ഓഫ് കൂടത്തില്ല. പിന്നെ ആ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആക്കിയവർക്ക് കുറച്ച് വെയിറ്റേജ് വരും. ഇതിനിടയ്ക്കും കുറെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്കും കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ്, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോൾ ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് അറ്റൻഡ് ദാറ്റ് പോൾ. ആ പോള് എല്ലാവരും മാക്സിമം കറക്റ്റ് ഇൻഫർമേഷൻ തരാൻ നോക്കുക. നിങ്ങൾ പ്രൊഫഷണൽ കീ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കട്ട് ഓഫ്, ഒരു അത്യാവശ്യം നമ്പർ ഓഫ് പോൾസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയാം ഏകദേശം എത്ര വരും. ടഫ്, ഒരുപാട് പേരും ടഫ് ആണെന്നാണ് പറയുന്നത്. അത്യാവശ്യം ടഫ്, എളുപ്പമുള്ള പേപ്പർ അല്ല. ഓക്കെ, സോ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു, അതായത് ഇയർ എൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഓഫർ പ്രൈസിൽ തരുന്നത്. നമുക്ക് ഇൻസൈഡ് കേരള ഇങ്ങനൊരു കോഴ്സ്, അതായത് ഇത്രയും നമുക്ക് ലെവലൊരു കോഴ്സ് ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഇഫ് യു ആർ വില്ലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. ഓക്കെ, അത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ബോത്ത് ബ്രാഞ്ചസിന് ഉള്ള കോഴ്സസിന് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. ഓക്കെ, സോ എല്ലാവരും പോള് കറക്റ്റ് ആയിട്ട് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ടഫ് ആയിരുന്നു. ഡിപ്ലോമ ലെവൽ എക്സാം ഒക്കെ ഇത്ര ടഫ് വരുമോ? ഡിപ്ലോമ ലെവലൊന്നും ഇത്രയും ടഫ് വരത്തില്ല. ഇത്രയും ടഫ് ഇൻ ദ സെൻസ് ഇത്രയും വലിയ കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസോ വരത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ
എല്ലാ, അതായത് നമ്മളിപ്പോൾ SSCJ ലെവലിലുള്ള ക്വസ്റ്റൻസ് ചെയ്തിട്ട് പോകും. ഈ ക്വസ്റ്റൻ പേപ്പർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഗേറ്റിന്റെ ഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ട്, ESCക്ക് ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ നമ്മളെ പറഞ്ഞു തരുന്നത് നമ്മുടെ ലെവൽ ഓഫ് എന്താ പറയാ ക്വസ്റ്റ്യൻ അറ്റംഷൻ, അതായത് നമ്മൾ ഈ ഒരു അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലെവലിൽ നിർത്തിയിട്ടുള്ളെങ്കിൽ ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടെ അഡീഷണലി ചെയ്യുക. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ലെവല്, പ്രാക്ടീസ് ചെയ്യുന്ന ലെവല് കൂട്ടുക എന്നുള്ളത്. അപ്പൊ ഡിപ്ലോമ ലെവൽ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ഇത്രയും ടഫ് ആവും, ഇൻ ദ സെൻസ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് സ്റ്റെപ്പിലുള്ള പ്രോബ്ലംസ് ചോദിക്കത്തില്ല, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്ന പ്രോബ്ലംസ് ഡിപ്ലോമ ലെവലിൽ ചോദിക്കത്തില്ല. എന്നിരുന്നാലും കൺസെപ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ SSCJ ക്വസ്റ്റ്യൻസ് ഡിപ്ലോമ ലെവൽ എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ SSCJ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റ് ആയിട്ടും ചെയ്തിട്ട് പോവാം. പഴയ 2016-ലെയും 2017-ലെയും ഒക്കെ ഡിപ്ലോമ ലെവല് PSC ക്വസ്റ്റ്യൻസ് എടുത്ത് ഇനി ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇടയ്ക്ക് നല്ല എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ പഴയ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് കിട്ടും. ചെയ്യാതെ തീരെ പോവരുത്. പഴയ PSC ക്വസ്റ്റ്യൻസ്, കേരള PSC ക്വസ്റ്റ്യൻസും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറെ സ്റ്റേറ്റിലൊക്കെ ഒരുപാട് നമുക്ക് ഡിപ്ലോമ ലെവൽ ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് ഒക്കെ ചെയ്യും. ഇനി ഏത് എക്സാം, മെക്കാനിക്കൽ ആണെങ്കിൽ AMB അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്. അപ്പം അത് ഫോക്കസ് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും നല്ലൊരു പോസ്റ്റ് ആണ്, അതും ഫോക്കസ് ചെയ്യാം. പിന്നെ ലെവലൊക്കെ വലിയ മാസ് റിക്രൂട്ട്മെന്റിന് വിളിക്കാറില്ല അങ്ങനെ, അതായത് വന്നതും ഒക്കെ ഒത്തിരി അങ്ങ് വേക്കൻസി ഉള്ളതല്ല. എന്നിരുന്നാലും നമ്മളൊരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ലെവൽ ഓഫ് എക്സാം അറ്റംപ്റ്റിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻലി ഇത് രണ്ടും ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാര്യം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലുള്ളത് മെക്കാനിക്കലുകാർക്ക്. പിന്നെ ഈ എക്സാം ടഫ് ആയിട്ടുള്ളത് നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് ഒത്തിരി എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ വിഷമിക്കുന്നവര്, എപ്പോഴും ഞാൻ എല്ലാ എക്സാം കഴിഞ്ഞിട്ട് പറയുന്ന പോലെ ദിസ് ഇസ് നോട്ട് ദ എൻഡ്. ഇത് ഒരിക്കലും ഒന്നിന്റെയും എൻഡ് അല്ല. നമുക്കൊരു എക്സാം കഴിഞ്ഞു, അത് പാടാവാം, എളുപ്പമാവാം, അല്ലെങ്കിൽ നമ്മുടെ ബാഡ് ലക്ക് ആവാം, അന്ന് ഗുഡ് ലക്ക് ആവാം. പക്ഷെ അത് വെച്ചിട്ട് നമ്മളെ പ്രിപ്പറേഷൻ ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബിഗിനർ ലെവലിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മൾ വീണ്ടും ബിഗിനർ ലെവലിലേക്ക് പോവാതെ ആ പേസിൽ തന്നെ പോകാനായിട്ട് നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ടച്ച് വിടാതിരിക്കുക. അത് ഏത് ബ്രാഞ്ച് ആണെങ്കിലും ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് പോവുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും പാടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. സോ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് പോവുക. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉടൻ തന്നെ അപ്പാക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ.